കാക്കോ ഇന്നെന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ 3 ഐറ്റം മാവ് കൊണ്ട് 3 ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള പൂവട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ നല്ല ടേസ്റ്റിൽ നല്ല വെറൈറ്റി ആയിട്ട് പൂവട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായി നമ്മളിവിടെ 3 ഐറ്റം പൊടികൾ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മൈദ, ആട്ട, അതുപോലെ തേങ്ങ, ശർക്കര, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, ചെറിയ ജീരകം, ഇത്രയും ഐറ്റംസാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ശർക്കരയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അതുപോലെ പഞ്ചസാരയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ പൊരിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചില ആവിയിലും വേവിച്ചെടുക്കാം. നമ്മളിവിടെ പൊരിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അരിപ്പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. അരിപ്പൊടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ശർക്കര റെഡിയാക്കി എടുക്കാം. ശർക്കര ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടിക്കൂല കേട്ടോ. ചിലവർ ഇങ്ങനെ കുത്തിപ്പൊടിക്കും. അപ്പോൾ അങ്ങനെ കുത്തിപ്പൊടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കും. അപ്പോൾ അതുപോലെ ചിരണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ട് പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആട്ടപ്പൊടിയും അതുപോലെ തന്നെ മൈദയും നമ്മൾ ചുടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന അതേപോലെ എന്ത് ചെയ്യാം, വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് ആ പൊടി നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കണം. ഇതുപോലെ ചൂടിൽ കുഴക്കണം എന്നൊന്നുമില്ല കേട്ടോ. ചില ആളുകൾ പറയും ചൂടിൽ കുഴച്ചാലുള്ളൂ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടുക എന്ന് പറയും. നമ്മളിവിടെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് കുഴച്ച് കൊടുക്കുന്നത്. ഒരുമിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഇങ്ങനെ ചേർത്ത് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അരിപ്പൊടി റെഡിയായി. ഇനി നമുക്ക് ഗോതമ്പ് പൊടി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിലാണ്. നേരത്തെ നമ്മൾ മാറ്റി വെച്ച വെള്ളം നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഗോതമ്പിൽ പെട്ടെന്ന് വെള്ളം കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നല്ലോണം കുഴച്ച് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മൈദ കുഴച്ചെടുക്കലാണ്. മൈദ കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം വെള്ളം ചൂടാറിയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ആട്ടപ്പൊടി നമ്മൾ ചെറിയ ചൂടിലാണ് കുഴച്ചെടുത്തെങ്കിൽ മൈദ അതിലേറെ ചൂട് കുറവായിട്ടാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ആ മൈദ അതുപോലെ നമ്മൾ അരിപ്പൊടിയും അതുപോലെ ആട്ടപ്പൊടിയും കുഴച്ചെടുത്ത പോലെ തന്നെ മൈദയും കുഴച്ചെടുക്കുക. നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം സോഫ്റ്റായിട്ട് മൈദയും കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാരയിലും ശർക്കരയിലും ചെയ്തെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ അതിനായി നമ്മൾ തേങ്ങ 2 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒന്നിലേക്ക് ശർക്കരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ചെറിയ ജീരകം ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ തേങ്ങയിലേക്ക് പഞ്ചസാരയും അതുപോലെ ശർക്കരയൊക്കെ ഇട്ട് രണ്ടും വെവ്വേറെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് പരത്തെടുക്കാൻ പോവുകയാണ്. കാക്ക ഇതുപോലെ കൈ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മെഷീനിലും ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ അത് അടുത്തത് പഞ്ചസാരയും തേങ്ങയും മിക്സ് ആക്കിയത് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അത് ആട്ടിയിലും അതുപോലെ അരിപ്പൊടിയിലും മൈദയിലും എല്ലാത്തിലും നമ്മൾ ശർക്കരയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. സൂപ്പറാ. അപ്പോൾ ഇത് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.